ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BAMS എക്സാം ADCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നസ്യ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്നും മോഡ് ഓഫ് ആക്ഷൻ ഓഫ് നസ്യ ഈ വർഷത്തെ ഫൈനൽ ഇയർ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊസീജിയർ ഓഫ് മർശനസ്യ. പഞ്ചകർമ്മത്തിൽ ഒരു പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ പൂർവകർമ്മ, പ്രധാന കർമ്മ, പശ്ചാത് കർമ്മ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ. പൂർവകർമ്മത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് സെലക്ഷൻ ഓഫ് പേഷ്യൻ്റ്, എക്സാമിനേഷൻ ഓഫ് പേഷ്യൻ്റ്, സംഭാര സംഗ്രഹ, പ്രിപ്പറേഷൻ ഓഫ് പേഷ്യൻ്റ്, പൊസിഷൻ ഓഫ് പേഷ്യൻ്റ്. ഇതിൽ സെലക്ഷൻ ഓഫ് പേഷ്യൻറ്റിൽ വരുന്നത് നമുക്ക് ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ അറിയാം. അപ്പോൾ നസ്യത്തിൻ്റെ ഇൻഡിക്കേഷൻസിനും കോൺട്രാ ഇൻഡിക്കേഷൻസിനും അനുസരിച്ച് നമുക്ക് ആ ഒരു പേഷ്യൻ്റ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ യോഗ്യനാണോ അല്ലയോ നോക്കുക. കൂടാതെ നമ്മൾ ഊർജ്ജചിത്ര വികാരങ്ങളിലാണ് നസ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസീസിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യാം. ദെൻ എക്സാമിനേഷൻ ഓഫ് പേഷ്യൻറ്റിനെ ആയുർവേദപരമായിട്ടും മോഡേൺ രീതിയിലും നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. എന്ന് വെച്ചാൽ വൈറ്റൽസ്, BP, പൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യാം. കൂടാതെ ആയുർവേദത്തിൻ്റേതായിട്ടുള്ള ദശവിധ പരീക്ഷ, അഷ്ടസ്ഥാന പരീക്ഷ, ഇങ്ങനത്തെ പരീക്ഷകളൊക്കെ നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് സംഭാര സംഗ്രഹ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. നസ്യം ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നസ്യ ഓയിൽ ഫോർ അഭ്യംഗ, ബോയിലിംഗ് വാട്ടർ ഫോർ സേദന, കോട്ടൺ പാഡ്, ഗോസ് ടു പ്രൊട്ടക്റ്റ് ഐസ്, ഗോകർണ, വാം വാട്ടർ ഫോർ കബള, ധൂമവർത്തി. പ്രിപ്പറേഷൻ ഓഫ് പേഷ്യൻറ്റിൽ വരുന്നത് സ്നിഗ്ധസ്വിന്ന ഉത്തമാംഗസ്യ പ്രാകൃത ആവശ്യകസ്യ ച നിവാദശയനസ്തസ്യ ജത്രൂർദ്ധം സ്വേദയെ പുനഃ. അപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് സ്നേഹനവും സ്വേദനവുമാണ്. അതിന് മുമ്പ് ആദ്യം പേഷ്യൻറ്റിൻ്റെ അടുത്ത് നാച്ചുറൽ അർജസ് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നു. ദെൻ അഭ്യംഗ ഓഫ് ഉത്തമാംഗ. ഉത്തമാംഗ എന്ന് പറയുന്നത് ശിരസ്, ലലാടം, ഗ്രീവ, സ്കന്ധ റീജിയൻസ് വരും. സ്വേദനവും ഉത്തമാംഗത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നാഡീസ്വേദമോ താപസ്വേദമോ ചെയ്യാം. അടുത്തത് പൊസിഷൻ ഓഫ് പേഷ്യൻ്റ് ആണ്. അഥ ഉത്ഥാന ഋജുദേഹസ്യ പാണിപാതെ പ്രസാരിതെ കിഞ്ചിത് ഉന്നതപാദസ്യ കിഞ്ചിത് മൂർധനി നാമത്തെ. അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സുപ്പൈൻ പൊസിഷനിൽ കിടക്കാൻ പറയാം. ദെൻ എക്സ്റ്റെൻഡഡ് ആംസ് ആൻഡ് ലെഗ്സ്. ഓക്കെ. ദെൻ സ്ലൈറ്റ്ലി ഇലവേറ്റഡ് ലെഗ്സ്, ഹെഡ് എക്സ്റ്റെൻഡഡ് ബാക്ക്വാർഡ്. കിഞ്ചിത് ഉന്നതപാദസ്യ കിഞ്ചിത് മൂർധനി നാമത്തെ. അടുത്തതായിട്ട് പ്രധാന കർമ്മമാണ്. നാസാപുടം പിധായേകം പര്യായേണ നിഷേചയെ ഉഷ്ണാംബുതപ്തം ഭൈഷജ്യം പ്രണാട്യ പിജുന അഥവാ. നാസാപുടം പിധായേകം എന്ന് വെച്ചാൽ ഒരു മൂക്ക് അടച്ച ശേഷമാണ് നമ്മൾ മറ്റേ മൂക്കിലൂടെ മെഡിസിൻ ഇൻസ്റ്റിൽ ചെയ്യേണ്ടത്. ഉഷ്ണാംബുതപ്തം ഭൈഷജ്യം പ്രണാട്യ പിജുന അഥവാ മെഡിസിൻ മൈൽഡ്ലി വാംഡ് ഓവർ വാം ബാത്ത്. മെഡിസിൻ പ്ലേസ്ഡ് ഇൻ എ വെസൽ made of swarna, rajata, tamra, mritpatra, shukti according to Susruta. Then prescribed dose of medicine taken in Gokarna and poured into the nostril, closing the other in a continuous stream. Okay. സുശ്രുതാചാര്യൻ അവിഛിന്ന ധാര എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് സ്ട്രീമായിട്ട് വേണം നമ്മൾ മൂക്കിലേക്ക് മരുന്നൊഴിക്കേണ്ടതെന്നാണ് സുശ്രുതാചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിനിക്കിൽ ചെയ്യുമ്പോൾ ഗോകർണമോ ഡ്രോപ്പറോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രണാഡിയോ പിജുവോ ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ്. പശ്ചാത് കർമ്മം ദത്തേ പാദതല സ്കന്ധ ഹസ്തകർണാദിമർദ്ദയെ ശനേർ ഉച്ഛിദ്യ നിഷ്ഠീവേ പാർശ്വയോ ഉഭയോ തഥാ ആ ഭേഷജ ക്ഷയാദേവം ദിത്തിൽവ നസ്യമാചരേത്.
അപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ പാംസും സോൾസും ഷോൾഡേഴ്സും ഇയേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, മസാജ് ചെയ്യുന്നു. ദെൻ ആസ്ക്ഡ് ടു ഇൻഹെയിൽ മെഡിസിൻ വിത്ത് മോഡറേറ്റ് ഫോഴ്സ്, സ്പിറ്റ് ത്രൂ മൗത്ത്, ടേണിങ് ഹിസ് ഹെഡ് ടു എയ്തർ സൈഡ് ആൾട്ടർനേറ്റീവ്ലി വിത്തൗട്ട് റൈസിങ് ഫ്രം ബെഡ്. അപ്പോൾ പേഷ്യൻ്റ് 100 മാത്രകാലം ഈ ഒരു സുപ്പൈൻ പൊസിഷനിൽ തന്നെ കിടക്കുക. എന്നിട്ട് സൈഡ് ബൈ സൈഡ് എന്ത് ചെയ്യാം, ഹെഡൊന്ന് ടിൽറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്പിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കളക്റ്റിംഗ് വെസൽ എന്തെങ്കിലും വെച്ചിട്ട് അത് കളക്ട് ചെയ്യാം. ദെൻ ധൂമപാനം ആൻഡ് കബള. പ്രതിമർശനസ്യ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നസ്യ പെർഫോം ബോത്ത് ശമന ആൻഡ് ശോധന ആക്ഷൻസ് വിത്തൗട്ട് കോസിംഗ് കോംപ്ലിക്കേഷൻസ്. Dose 2 bindu according to Ashtanga Hridaya and Shangatara Samhita. Oil instilled in the nostrils which reaches the oral cavity by light snuffing is the dose of Pradimarshanasya according to Chakrapani. അഷ്ടാംഗ ഹൃദയത്തിലും ശാങ്കതരത്തിലും എൻ്റെ ഡോസേജ് 2 ബിന്ദു ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചക്രപാണി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് പ്രതിമർശനസ്യ. ആജന്മ മരണം ശസ്തം പ്രതിമർശസ്തു വസ്തിവത് മർശവശ ഗുണാൻ കുര്യാത് സാഹി നിത്യോപസേവനാൻ നാച്ചാത്ര ഇന്ദ്രണ നാഭിവ്യാപത് ഭയോ മർശവത് ഭയം. അപ്പോൾ ആജന്മ മരണം ശസ്ത്രം ആണ് എന്ന് വെച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്ക് ചെയ്യാം. ദെൻ മർശവച്ച ഗുണാൻ കുര്യ സാഹി നിത്യോപസേവനാൻ. അപ്പോൾ ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ മർശത്തിൻ്റെതുപോലുള്ള ഗുണങ്ങൾ കിട്ടും. നാച്ച എത്ര ഇന്ദ്രണ നാഭിവ്യാപത് ഭയോ മർശവത് ഭയം. മർശത്തിൻ്റെതുപോലുള്ള വ്യാപത്തുകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിന് ഉണ്ടാവത്തുമില്ല. ഇൻഡിക്കേഷൻസ് ഓഫ് പ്രതിമർശനസ്യ. പ്രതിമർശഃ ശതക്ഷാമ ബാലവൃദ്ധ സുഖാത്മസു പ്രയോജ്യ അകാലവർഷയവി. അപ്പോൾ ശതക്ഷാമ എന്ന് വെച്ചാൽ വീക്കൻഡ് ബൈ ട്രോമ. ബാലവൃദ്ധ എന്ന് വെച്ചാൽ ഓൾഡ് ഏജിലും ചെയ്യാം, കുട്ടികളിലും ചെയ്യാവുന്നതാണ്. ദെൻ സുഖാത്മസു എന്ന് വെച്ചാൽ ഹു ലീഡ് ലക്ഷൂറിയസ് ലൈഫ്, ക്യാൻ ബി ഡൺ ഈവൻ ഡ്യൂറിങ് അൺസ്യൂട്ടബിൾ സീസൺസ്. ഓക്കെ, അകാലവർഷയവി നമുക്ക് ചെയ്യാവുന്നതാണ്. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് പ്രതിമർശനസ്യ. നത്വ ഇഷ്ടോ ദുഷ്ടപീനസേ മധ്യഭേദേ അബലശ്രോത്രേ കൃമിദൂഷിത മൂർധനി ഉത്കൃഷ്ടദോഷേ ച ഹീനമാത്രതയാ. ദുഷ്ടപീനസ എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള റൈനൈറ്റിസ് ആണ്. ദെൻ ഹു ഹാവ് കൺസ്യൂംഡ് ലിക്കർ, അതാണ് മദ്യപീത. ദെൻ വീക്ക് ശ്രോത്ര, അബലശ്രോത്ര. ദെൻ ഡെഫ് ബൈ വേരിയിങ് ഡിഗ്രീസ്. ഹെഡ് ഇൻഫെസ്റ്റഡ് വിത്ത് കൃമിദൂഷിത മൂർധനി. ഇത് നമുക്ക് മാഗറ്റ് അൾസറുമായിട്ട് കോറിലേറ്റ് ചെയ്യാം, ഹെഡിലുള്ള മാഗറ്റ് അൾസർ. ദെൻ ദോഷാസ് ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ് ആൻഡ് ഡിസ്ലോഡ്സ്, അതാണ് ഉത്കൃഷ്ട ദോഷം എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ മർഷ ആൻഡ് പ്രതിമർശനസ്യ. ആശുകൃത് ചിരകാരിത്വം ഗുണോത്കർഷ അപകൃഷ്ടത മർശശ്ച പ്രതിമർശശ്ച. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് വരുന്നത്. ഒന്ന് ആശുകൃത്താണ്, മറ്റത് ചിരകാരിയാണ്. ഒന്ന് ഗുണോത്കർഷ, ദെൻ അപകൃഷ്ടത. ഈ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യണം, രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ മർശനസ്യ ആൻഡ് പ്രതിമർശനസ്യ. അപ്പോൾ മർശനസ്യ ആശുകാരിയാണ് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പ്രതിമർശനസ്യ ചിരകാരിയാണ്, അത് ഡിലേഡ് ആക്ഷനാണ്. ഇനി മർശനസ്യം ബെനിഫിറ്റ്സ് മോറാണ്, പ്രതിമർശനസ്യം ബെനിഫിറ്റ്സ് ലെസ് ആണ്. മർശനസ്യത്തിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 7 to 80 years ആണ്. എന്നാൽ പ്രതിമർശനസ്യം ബർത്ത് ടു ഡെത്ത് ഏത് ഏജിൽ വേണമെങ്കിൽ ചെയ്യാം. ദെൻ മർശനസ്യ 6, 8, 10 ബിന്ദു ആണ് ഡോസേജ്. പ്രതിമർശനസ്യ 2 ബിന്ദു ആണ്. മർശനസ്യ ആണെങ്കിൽ ഷുഡ് ഫോളോ ദ റെജിമൻ സ്ട്രിക്ട്ലി. പഥ്യാപഥ്യങ്ങളൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടി വരും. പ്രതിമർശനസ്യ ആണെങ്കിൽ അത് അത്രയും സ്ട്രിക്റ്റായിട്ട് പഥ്യാപഥ്യങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം ഇല്ല. ദെൻ മോർ ചാൻസസ് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ മർശത്തിലാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രതിമർശത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഇല്ല. അടുത്തത് അവപീഡനസ്യമാണ്. കൽക്കാതെ അവപീഡസ്തു സതീക്ഷ്ണി മൂർധരേചന. കൽക്കാദികളാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. കൂടാതെ തീക്ഷ്ണമായിട്ടുള്ള മൂർധ വിരേചനമാണ് ഈ ഒരു
അവപീഡനസ്യം കൊണ്ട് കിട്ടുന്നത്. അവപീഡ ഈസ് ഫ്രം കൽക്കാതി. കൽക്കാതി എന്ന് പറയുമ്പോൾ കൽക്കം, ക്വാദം, സ്വരസം മുതലായവ വരും. ഇറ്റ് ഈസ് തീക്ഷ്ണമൂർധരേചന, സ്ട്രോങ് പർഗേറ്റീവ് ടു ഹെഡ്. കൽക്കീകൃതാത് ഔഷധാദ്യ പീഡിതോ നിസ്സൃതോ രസഃ സോ അവപീഡ സമുദ്ദിഷ്ട തീക്ഷ്ണദ്രവ്യ സമുദ്ഭവ. ശാങ്കതരത്തിലുള്ള ശ്ലോകമാണ്. എന്താണിതിൽ അവപീഡനസ്യത്തിൻ്റെ ഒരു പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഔഷധങ്ങളെ എന്ത് ചെയ്യുന്നു, കൽക്കമാക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, ജ്യൂസിനെ നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കുന്നു. അവപീഡ സമുദ്ദിഷ്ട തീക്ഷ്ണദ്രവ്യ സമുദ്ഭവ. തീക്ഷ്ണങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടാണ് നമ്മൾ അവപീഡനസ്യം ചെയ്യുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ്: ഡ്രഗ്സ് ഇൻ വെറ്റ് ഫോം, പത്ര, കാണ്ട, കഷായ, അതർ ദ്രവദ്രവ്യ നമുക്ക് എടുക്കാം. ദെൻ ഖൽവയന്ത്ര, ക്ലീൻ വൈറ്റ് ക്ലോത്ത്, കോട്ടൺ ഓർ ക്ലീൻ ക്ലോത്ത്. പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ ആൻഡ് പ്രൊസീജിയർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഡ്രഗിനെ ക്ലീൻ ചെയ്യാം. ദെൻ ടേക്കൺ ഇൻ ഖൽവയന്ത്ര. ദെൻ ട്രിച്ചുറേറ്റ്, പ്രിപ്പയർ കൽക്ക. Kalka placed in white cloth and squeezed to get juice. Cotton or cloth dipped in juice squeezed into nostrils. ടൈപ്സ് ഓഫ് അവപീഡനസ്യ. സ്തംഭന, ചോദന എന്നൊരു ടൈപ്പ് ഉണ്ട്. വിദേഹൻ്റെ അഭിപ്രായത്തിൽ സ്തംഭന ആൻഡ് സജ്ഞാപ്രബോധനം. അടുത്തത് ധൂമനസ്യമാണ്. ഇൻഹേലേഷൻ ഓഫ് മെഡിക്കേറ്റഡ് സ്മോക്ക് ഓർ ഫ്യൂംസ് ത്രൂ നോസ് and exhalation through mouths. Types: പ്രായോഗിക, സ്നൈഹിക, വൈരേചനിക. Type of ധൂമനസ്യ: length of നാളിക. Then times of inhalation in a day. പ്രായോഗികമാണെങ്കിൽ 36 അങ്കുല 2 times per day. സ്നേഹികമാണെങ്കിൽ 32 അങ്കുല 1 time per day. വൈരേചനികമാണെങ്കിൽ 24 അങ്കുല 3 to 4 times per day. അടുത്തതായിട്ട് മെത്തേഡ് ഓഫ് ധൂമനസ്യാണ്. ഋജു അംഗ, ചക്ഷു തച്ഛേദ, സൂപവിഷ്ട, ത്രിപര്യേയം, പിബേ ഛിദ്രം, പിധായേകം, നാസയ, ധൂമം ആത്മവാൻ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ദെൻ inhale through one nostril, keeping other closed. Repeated 3 times. Okay. ഒരു മൂക്ക് അടച്ചു വെച്ച ശേഷം മറ്റേ മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യാണ് വേണ്ടത്. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ, നമുക്ക് മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ മൗത്തിലൂടെ എക്സ്ഹേൽ ചെയ്യുക, മൗത്തിലൂടെ ഇൻഹേൽ ചെയ്യുകയാണെങ്കിലും മൂക്കിലൂടെ എക്സ്ഹേൽ ചെയ്യരുത്, വായിലൂടെ തന്നെ എക്സ്ഹേൽ ചെയ്യാം. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രതിലോമമാണെങ്കിൽ എന്താണ്, ഹിംസ്യാത് ചക്ഷുഷി, കണ്ണിന് എന്താണ് ദോഷം ചെയ്യുക, അതുകൊണ്ടാണ് മൂക്കിലൂടെ എക്സ്ഹേൽ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ധൂമപാനവും ധൂമനസ്യവും സെയിം ആണോ എന്നതാണ്. അപ്പോൾ ചക്രപാണിയാണ് അതിലൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുന്നതാണ് ധൂമനസ്യം, വായിലൂടെ ഇൻഹേലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധൂമപാനം എന്നാണ് പറയുന്നത്. ധൂമവർത്തി, ജലസ്ഥിതാം അഹോരാത്രം ഇഷികാം ദ്വാദശാങ്കുലം, പിഷ്ടേ ധൂമൌഷധേരേവം പഞ്ചകൃത്വ പ്രലേപയെ, വർത്തിരങ്കുഷ്ടകസ്ഥൂല ഇവ മധ്യ യഥാ ഭവേത്, ഛായാശുഷ്കം വിഗർഭാന്തം സ്നേഹാഭിക്തം യഥായതം, ധൂമനേത്ര അർപ്പിതം പാതും അഗ്നിപുഷ്ളം പ്രയോജയേ. ജലസ്ഥിതം അഹോരാത്രം ഇഷികാം ദ്വാദശാങ്കുലം. ഇഷിക എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ്. അതിൻ്റെ ലെങ്ത്ത് ദ്വാദശാങ്കുലം എന്ന് വെച്ചാൽ 12 അങ്കുലം. ദെൻ ജലസ്ഥിതം അഹോരാത്രം, അഹോരാത്രം അതിനെ എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ട് വെച്ചേക്കുക എന്ന് വെച്ചാൽ 24 hours. ഓക്കെ. ദെൻ പിഷ്ടേ ധൂമൌഷധേരേവം പഞ്ചകൃത്വ പ്രലേപയെ, ധൂമൌഷധത്തെ നമ്മൾ ഒരു പേസ്റ്റാക്കിയിട്ട് 5 പ്രാവശ്യം അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്യുക. ദെൻ വർത്തിരങ്കുഷ്ടകസ്ഥൂല യവ മധ്യ യവ ഭവേത്, ഒരു അങ്കുഷ്ടത്തിൻ്റെ വലിപ്പത്തിൽ നമ്മളതിനെ കോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്റർ കുറച്ച് വിട്ട് ഉണ്ടായിരിക്കണം, ഒരു യവത്തിൻ്റെ ഷേപ്പ് പോലെ ആയിരിക്കണം. ദെൻ ഛായാശുഷ്കം വിഗർഭാന്തം സ്നേഹാഭിക്തം യഥായതം,
എന്ന് വെച്ചാൽ അതിനെ തണലിൽ ഉണക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇഷിക ഗ്രാസിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിൽ സ്നേഹദ്രവ്യം പുരട്ടുക, എന്നിട്ട് ധൂമനേത്രാർപ്പിതം പാതും അഗ്നിപ്ലുഷ്ടം പ്രയോജിക്കുക. ധൂമനേത്രത്തിൽ വെച്ചിട്ട് കത്തിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന സ്മോക്കിനെ നമ്മൾ ഇൻഹേൽ ചെയ്യുക. ഓക്കെ. Stalk of Ishiga grass 12 angula length, kept in water for 24 hours. Medicines for dhuma applied 5 times, made in shape of varti, as thick as a thumb, with the middle portion thick like Yavadhanya. Dried in shade, remove stalk and apply sneha. Placed at the tip of dhumanetra, ignited and inhaled. The complications of നസ്യ, 2 ടൈപ്പിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഒന്ന് ദോഷ ഉത്ക്ലേശം കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ദോഷക്ഷയം കാരണം ഉണ്ടാകാം. ദോഷ ഉത്ക്ലേശം കാരണമാണ് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ശമനവും ശോധനവുമാണ്. ക്ഷയം കാരണമാണ് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ബ്രഹ്മണമാണ് ട്രീറ്റ്മെൻറ്റ്. അടുത്തത് പ്രഥമന നസ്യ. പ്രഥമന നസ്യത്തെ മാപന നസ്യം എന്നും പറയാറുണ്ട്. സ്മാനം വിരേചന ചൂർണേ യുഞ്ജ്യാന്തം മുഖവായുന ഷഡങ്കുല ദ്വിമുഖ നാട്യ ഭേഷജ ഗർഭയ സാഹി ഭൂരിതരം ദോഷം ചൂർണത്വാത് അപകർഷതി. ഈ ഒരു നസ്യം ചെയ്യാൻ നമ്മൾ ചൂർണമാണ് ഉപയോഗിക്കുക. അത് 6 അങ്കുലമുള്ള ഒരു നാഡി എടുക്കുന്നു. 6 അങ്കുലം ലെങ്ത്തിലുള്ള ഒരു നാഡി എടുക്കുന്നു. അതിൻ്റെ ഓപ്പണിങ്ങിൽ 2 എൻഡ്സ് ഉണ്ടായിരിക്കും. ഓപ്പണിങ് അറ്റ് ബോത്ത് എൻഡ്സ്, 2 എൻഡിലും ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇൻസൾഫേറ്റഡ് ബൈ മൗത്ത്, അതായത് ഈ ഒരു കുഴൽ വെച്ചിട്ട് നമുക്ക് ഊതിക്കയറ്റുക ചെയ്യാം. ഓക്കെ. മെഡിസിന് നമ്മൾ അതിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് മറ്റേ എൻഡ് മൂക്കിൽ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിസിന് നമ്മൾ ഇൻസൾഫേറ്റഡ് ബൈ മൗത്ത്. ഇറ്റ് ഡ്രാഗ്സ് ഔട്ട് ഗ്രേറ്റ്ലി അഗ്രിവേറ്റഡ് ദോഷസ് ആസ് ഇൻ പൗഡർ ഫോം. ഇത് പൗഡർ ഫോമിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദോഷങ്ങളെ വളരെയധികം വീശിയിട്ടെത്തിക്കുന്ന ദോഷങ്ങളെ റിമൂവ് ചെയ്യുന്നു. സാഹിഭൂരിതരം ദോഷം ചൂർണത്വം അപകർഷത. അപ്പോൾ മാപന നസ്യത്തിൽ നമ്മൾ 6 അങ്കുല ലെങ്തിലുള്ള ഒരു നാഡിയാണ് എടുക്കുന്നത്. അതിൻ്റെ 2 എൻഡിലും ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂക്കിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു എൻഡിൽ നമ്മൾ മെഡിസിൻ വയ്ക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഊതി മൂക്കിനുള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ വിദേഹം പറഞ്ഞിരിക്കുന്നത് ശുക്തി പ്രമാണ ഓഫ് ഫൈൻ പൗഡർ കെപ്റ്റ് ഇൻ എ പോട്ടലി ഓഫ് തിൻ ക്ലോത്ത് ആണ്. ആസ് ദ പേഷ്യൻ്റ് ടു ഇൻഹേൽ ഡീപ്ലി. അതായത് ഒരു തിൻ ക്ലോത്തിൽ നമ്മളൊരു പോട്ടലി പോലെ എന്ത് ചെയ്യുന്നു, ഈ മെഡിസിനെ ശുക്തി പ്രമാണം എടുത്തിട്ട് അതിനെ ഒരു പോട്ടലിയാക്കി എടുക്കുന്നു. എന്നിട്ട് പേഷ്യൻ്റിൻ്റെ അടുത്ത് ഇൻഹേൽ ചെയ്യാൻ പറയുന്നു. ഇനി നമ്മൾ ഇത് രണ്ടും ഇപ്പോൾ ഏത് ചെയ്യണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിലും ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ശുക്തി പ്രമാണത്തിൽ പോട്ടലിയായിട്ട് എടുത്തിട്ട് ഇൻഹേൽ ചെയ്യാൻ പറയുന്നത് നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനായിരിക്കും ബെറ്റർ ആവുന്നത്. ഓക്കെ, പേഷ്യൻറ്റിന് ഇൻഹേൽ ചെയ്യാൻ പറ്റും. ദെൻ ഇത് മാപനനസ്യം ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ചേതോ വികാരം, കൃമി, വിഷ, ഈ കണ്ടീഷൻസിലാണ് മാപനനസ്യം ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. സമ്യക് യോഗ ഓഫ് നസ്യ. ടൈപ്പ് ഓഫ് നസ്യ സമ്യക് യോഗ, സ്നേഹനസ്യ, സുഖോച്ഛ്വാസ, സ്വപ്നബോധ, അക്ഷപാടവ. ശോധനനസ്യ ലഘുത്വ ഓഫ് അക്ഷി, വിശുദ്ധി ഓഫ് വക്ത്ര ആൻഡ് സുര. ദെൻ ധൂമനസ്യ ലഘുത ഓഫ് ഉരസ്, കണ്ഠ ആൻഡ് ശിരസ്, തനുത ഓഫ് ശിരസ്. നസ്യകാലം പ്രാതഃ ശ്ലേഷ്മണി, മധ്യാഹ്നെ പിത്തേ, സായം നിശോശ്ചലേ, സ്വസ്ഥവൃത്തേ തു പൂർവാഹ്നെ, ശരത്കാല വസന്തയോഃ, ശീതേ മധ്യം ദിനേ ഗ്രീഷ്മേ, സായം വർഷാസു ആതപേ. ദോഷ പ്രീഡോമിനൻസ് ഓഫ് സീസൺ, ടൈം ഓഫ് നസ്യ. കഫ ആണെങ്കിൽ
മോർണിംഗിൽ ചെയ്യാം. പിത്തമാണെങ്കിൽ ആഫ്റ്റർനൂൺ, വാദമാണെങ്കിൽ ഈവനിങ്, ശീതകാലത്തിൽ ആഫ്റ്റർനൂൺ, ശരത് ആൻഡ് വസന്ത മോർണിംഗ്, ഗ്രീഷ്മമാണെങ്കിൽ ഈവനിങ്, വർഷമാണെങ്കിൽ ക്ലൗഡ്ലെസ് ഡേ വിത്ത് സൺഷൈൻ. അടുത്ത് പ്രതിമർശ നസ്യകാല. പ്രതിമർശ നസ്യകാലമാണെങ്കിൽ എന്താണ്, അപ്പോൾ ഇതൊക്കെ എന്താണ്, ശ്ലോകം പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. അത് ശ്ലോകത്തിൻ്റെ തന്നെയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ. നിശാന്ത. നിശാന്ത എന്ന് പറയുന്നത് എന്താണ്, എൻഡ് ഓഫ് നൈറ്റ്. അഹാന്ത എൻഡ് ഓഫ് ഡേ. ഭുക്താന്ത ആഫ്റ്റർ ഫുഡ്. വാന്താന്ത ആഫ്റ്റർ വോമിറ്റിംഗ്. അഹസ്വപ്ന ആഫ്റ്റർ ഡേ സ്ലീപ്പ്. അധ്വ ആഫ്റ്റർ വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ്. ശ്രമ fatigue. Redasam after copulation. Shiro abhyangana after application of oil to the head. Gandusha mouth gargle. Prasrava after micturition. Anjana application of collyrium. Varchasam after defecation. Dandakashta after brushing teeth. Hasya after laughing. ധൂമനസ്യ കാല. സ്നാത്വാ ഭുക്ത്വാ സമുല്ലിഖ്യ ശുത്വാ ദന്താനികൃഷ്യ നാവനാന്ത അഞ്ജനാന്തേ നിദ്രാന്തേ. സ്നാത്വ എന്ന് വെച്ചാൽ സൂൺ ആഫ്റ്റർ ബാത്ത്. ഭുക്ത്വ ആഫ്റ്റർ മീൽസ്. സമുല്ലിഖ്യ ആഫ്റ്റർ വോമിറ്റിംഗ്. ശുത്വ ആഫ്റ്റർ സ്നീസിങ്. ദന്താനികൃഷ്യ ബ്രഷിംഗ് ടീത്ത്. നാവനാന്തേ ആഫ്റ്റർ നസ്യ. അഞ്ജനാന്തേ ആഫ്റ്റർ കൊലീറിയം. നിദ്രാന്തേ ആഫ്റ്റർ ദ എൻഡ് ഓഫ് സ്ലീപ്പ്. പഥ്യ ആൻഡ് അമഥ്യ. പഥ്യത്തിൽ ലഘു ആഹാരം, സുഘോഷ്ണജലമാണ് വരുന്നത്. അപഥ്യമാണെങ്കിൽ രജോ ധൂമം, സ്നേഹ ആതപം, മദ്യ, ദ്രവപാനം, ശിരസ്നാനം, അതിയാനം, ക്രോധം, ദിവാസ്വപ്നം. മർഷനസ്യം ചെയ്യുമ്പോൾ ഈ ഒരു പഥ്യാപഥ്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. പ്രതിമർശത്തിൽ ഫോളോ ചെയ്തില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നസ്യത്തിലെ ടോപ്പിക്സൊക്കെ കവർ ചെയ്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.